ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 2024 ശിവേരി ഉത്സവത്തിന് ഞാനും ഗൗരിയും കൂടെ 29th പോയത്. അപ്പോൾ 31 ഫസ്റ്റാണ് ഉത്സവം. അന്നൊന്നും നമുക്ക് ബൈക്കുകളൊന്നും സ്കൂട്ടിയൊന്നും അകത്ത് കയറ്റാൻ പറ്റത്തില്ല. 29 കയറ്റാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ വെച്ചപ്പോൾ ഒരു വ്യൂ ആയിരുന്നു ഈ ഒരു ഇതൊക്കെ. ഞങ്ങൾ താഴോട്ട് വന്നപ്പോൾ ജിയോളജിയിലെ ടീംസൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഗൗരി സ്കൂട്ടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വിചാരിച്ച് വെളിയിലുള്ള ആദ്യം കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആ വഴിയിൽ ഇറങ്ങുന്ന ഭാഗത്തുള്ള കടകളൊക്കെ കണ്ട് പോകാമെന്ന് കരുതി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ വെളിയിൽ വെച്ചിരിക്കുന്ന കുഞ്ഞു ഷോപ്പുകൾ സൈഡിൽ ആൾക്കാർ ആ കടകളൊക്കെ കുറച്ച് റേറ്റ് കുറവായിരിക്കും, അകത്ത് അത് കൂടുതലായിരിക്കും. അപ്പം ഞങ്ങളെപ്പോഴും എല്ലാ സ്ഥലവും ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നിട്ടാണ് അവസാനമാണ് എനിക്കൊന്ന് 2-3 തവണ ഞങ്ങൾ ഇത്തവണ റൗണ്ട്സ് അടിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ വന്നിട്ട് സാധനമൊക്കെ എന്തെങ്കിലും മേടിക്കാനുള്ളത് മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയ സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. 29-ാം തീയതി ആയിട്ട് പോലും ഭയങ്കര ഞെരുക്കാണ്. ഇയർ ബൈ ഇയർ അവിടെ ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ഭയങ്കര ആളായിരുന്നു. ആദ്യമൊക്കെ 3 ദിവസമൊക്കെ ആയിരുന്നു ഉത്സവം. ഇപ്പോൾ അത് 30-നൊക്കെ അതിന് മുമ്പേ തുടങ്ങിയിട്ട് 5-ാം തീയതി വരെ, ജനുവരി 5th വരെയൊക്കെ ഉത്സവം പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ മാല കമ്മലൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞാനും ഗൗരി ഒരു മോതിരം ഒരേപോലത്തെ മേടിച്ചു. നല്ല ക്യൂട്ടായെന്ന് വെച്ചാൽ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്തെ കടയിൽ ആ ഒരു ഇതിന് റേറ്റ് കുറവായിരുന്നു. പിന്നെ ഗൗരീനെ ഈ പാവക്കടയിലൊന്നും കൊണ്ട് കയറ്റാൻ പറ്റില്ല, അവൾക്ക് അതൊരു വീക്ക്നെസ് ആണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പോൾ ഇവൾ ഈ പാവയിലൊക്കെയാണ് കയറി പിടിക്കുന്നത്. പക്ഷേ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കടയിൽ ആ പാവക്കുട്ടികൾക്കൊന്നും അത്ര വലിയ ഒരു സുഖമില്ല. അതൊരു പഴയ പാവക്കുട്ടികളെ കണക്കെന്ന് വെച്ചാൽ പഴഞ്ച സാധനം കണക്ക് തോന്നിയോണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിക്കാൻ നിന്നില്ല. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ജിയോളജിക്കാർ ഐസ്ക്രീമിലൊക്കെ കിടന്ന് അടിപൊളി കൊണ്ടിരിക്കുക, വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴേ പൊക്കളഞ്ഞ്. പിന്നെ ഞാനും ഗൗരി കൂടെ മോമോസ് കഴിച്ചു. പിന്നെ ഇപ്പോൾ ഫേമസ് ആണല്ലോ ഈ ബട്ടർ കുൽഗണ്ട്. ജസ്റ്റ് ഞങ്ങൾ പാസ് ചെയ്ത് പോയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നത് ട്രൈ ചെയ്ത് അടിപൊളി സാധനം കേട്ടോ. പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു, പക്ഷേ ടേസ്റ്റ് അടിപൊളി, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് കുടിച്ചു. കരിമ്പ് ജ്യൂസ് റേറ്റ് എനിക്കൊന്ന് കഴിഞ്ഞാണ് 60 or 70 ആയിരുന്നു, പക്ഷേ ഇത്തവണ 50 ഒക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തളർന്നടിച്ച് അവിടെയൊക്കെ വന്ന് ഇരുന്നിട്ട് സ്വന്തമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിളി വന്ന് നൈറ്റ് ആയായിരുന്നു. അങ്ങനെ ഗൗരിയുടെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എവിടെ അന്വേഷിച്ചൊക്കെ വിളി വന്നപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ച് പോയി. വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്തൊരു വ്യൂ ആണ്. ഈ വർഷം ശിവേരിയിൽ നല്ല രീതിയിൽ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലൊക്കെ തന്നെയാണ്, എന്നാലും കുറച്ചുകൂടെ അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.